ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയല്ലോ. ഇത് ചോറിനായാലും പലഹാരത്തിനായാലും ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിനും ഇനിയിപ്പോൾ ബിരിയാണിക്ക് ദമ്മിടണമെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിന് ഞാനിതാ 1 കിലോ ബീഫ് വാങ്ങിയതിന് ശേഷം കൊടുന്ന് നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ വാർന്ന ബീഫിനെ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ബീഫ് വരട്ടാൻ വാങ്ങുമ്പോൾ കുറച്ച് നെയ്പ്പോട് കൂടിയിട്ടും ചെറിയൊരു എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് വാങ്ങും. പിന്നെ കുക്കറിൽ ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇട്ട എല്ലാ മസാലയും നല്ലപോലെ ആയി കിട്ടണം. അപ്പോൾ അതാ ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഈ കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. കുക്കർ അടച്ചിട്ട് ഞാൻ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 4 വിസിലടിക്കുന്നുണ്ട്. ഞാനിതൊരു 3/4 വേവാക്കി 90% വെന്ത് കിട്ടിയാൽ മതി. നമുക്ക് ബാക്കിയുള്ളത് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ വേവിച്ചെടുക്കുക. 4 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി. എന്നിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം ഞാനിതാ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പൊട്ട് പോലും വെള്ളം ഒഴിക്കാതെയാണ് കുക്കറിൽ ഇറച്ചി വെച്ചത്. പക്ഷേ ഇത് കുറച്ച് നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കരുത്. ഇനി അതവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 3 ടീസ്പൂൺ ഇത് ടിക്ക മസാലയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൗഡറും 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ടിട്ടുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടി തന്നെയാണ്. പിന്നെ അതിലേക്ക് ഞാനൊരു ഒരു വലിയ നാരങ്ങൻ്റെ ഒരു മുറി നാരങ്ങൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ മസാല കുറച്ചൊരു ലൂസ് വേണം. അപ്പോൾ ഞാൻ ബീഫ് വേവിച്ചതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല, അടിപൊളി ടേസ്റ്റാണ്. അതിന് ശേഷം എന്താ ചൂടാറിയ ബീഫിന്ന് ഞാൻ എല്ല് മാറ്റി വെച്ചിട്ട് ഇറച്ചി മാത്രം ഞാൻ അതിന് കോരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് മസാല മുഴുവനായിട്ടും അതിൽ തേച്ച് കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അതാ ഞാൻ മസാലയൊക്കെ നല്ലപോലെ എല്ലാം തേച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അപ്പോൾ ഞാനിത് സമയമല്ല, അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണമൊന്നുമില്ല. അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓണാക്കി വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഈ ബീഫ് മുഴുവനായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല മണമാണിത്. എന്ത് മണമാണെന്ന് അറിയാം. ഇതിൽ നിങ്ങൾക്ക് ടിക്ക മസാല മാത്രമാണ് ഇതിൽ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടുള്ളൂ. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും എളുപ്പമാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അപ്പോൾ ആ ബീഫിന് നമ്മൾ ഒരുപാട് മൊരിയിച്ചെടുക്കൊന്നും വേണ്ട. ബീഫിൻ്റെ മസാല ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ ബീഫ് വേവിച്ചതാണല്ലോ. ഈ മസാല മൊരിയുമ്പോഴേക്കും തന്നെ കുറച്ച് വേവൽ നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ട് പോകണം. എന്നിട്ട് ഇതിൻ്റെ മൊരി ഒന്നും കളയണ്ട കേട്ടോ. നല്ലപോലെ അതിന് വരട്ടിയെടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുമ്പോൾ തന്നെ മസാല നല്ലപോലെ വെന്ത് കിട്ടും, മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ബീഫ് മുഴുവനായിട്ടും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. അതിൻ്റെ നമ്മൾ പൊരിച്ച മൊരി മുഴുവനും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മൊരിയാണ് നല്ല ടേസ്റ്റ്. മൊരി ഒരിക്കലും കളയണ്ട. പിന്നെ ആ എണ്ണയിൽ കൂടെ നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഒഴിക്കുക. ഇല്ലെങ്കിൽ ഓയിൽ കമ്മിയാക്കണം എന്നുള്ളവർക്ക് കമ്മിയാക്കിയിട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഞാൻ ആ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 2 തുണ്ട് പട്ട, ഒരു 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു തുണ്ട് തക്കോലം, പിന്നെ എൻ്റെ അകത്ത് കാൽപ്പാസി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ചെറിയൊരു പീസ് ഇട്ടിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, നിർബന്ധമില്ല. പിന്നെ അതിലേക്ക് ഞാൻ അര ടീസ്പൂണ് ഷാജീര ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 4 വലിയ ഉള്ളിയാണ് കേട്ടോ. നല്ല വലിയ ഉള്ളിയാണ്. നിങ്ങൾക്ക് മസാല എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. മീഡിയം ഉള്ളിയാണെങ്കിൽ ഒരു 6 7 ഒക്കെ എടുക്കുക. ഇത് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുക്കുന്നത്. അത് നല്ലപോലെ കനലില്ലാണ്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ച് കുറച്ച് നേരം ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉള്ളി നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും. നമ്മൾ നിന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ആ സമയത്ത് തുറന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും
ഒരു 5-6 പച്ചമുളക് ചതച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇല്ല എരിവ് കുറവ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലാത്തിനും നല്ലപോലെ പച്ചമണം പോയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 5-8 ചെറിയ ഉള്ളി എടുത്ത് നല്ലപോലെ ചതച്ചെടുത്തതാണ്. അരച്ചിട്ടില്ല കേട്ടോ. അതും ഇട്ടിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നതിന് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഏത് ഇടുകയാണെങ്കിലും നമ്മളത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. എണ്ണ തെളിയുന്നവരെ തന്നെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 വലിയ തക്കാളിയാണ്. മീഡിയം സൈസാണ് പറഞ്ഞാൽ 3 4 എടുക്കുക. അത് വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 എടുത്ത് ചെറുതാക്കി മുറിച്ചിട്ട് നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ട് നല്ലപോലെ അത് വെന്ത് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇട്ട തക്കാളി. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് പുളിയുള്ള തൈര് തന്നെയാണ്. ഒരുപാട് പുളിയില്ല, എന്നാൽ പുളി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തൈര് നോക്കിയിട്ട് തക്കാളിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് തൈര് ഒഴിക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി എണ്ണ തെളിയുന്നവരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ടിരിക്കണം. അപ്പോൾ നല്ലൊരു കളർ കിട്ടും നമ്മുടെ മസാലയ്ക്ക്. അത് ഇട്ടതിന് ശേഷം നല്ലപോലെ അതിൻ്റെ പച്ചമുളക് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഞാൻ അതിലേക്ക് മസാലയൊക്കെ നല്ലപോലെ വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ 1 പിടി മല്ലിയിലയും പുതിനയിലയും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത്ര ഇട്ട് കൊടുക്കേണ്ട, കുറവാക്കി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് നല്ലപോലെ ഇളക്കിയതൊക്കെ സെറ്റായതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ബീഫ് വേവിച്ച വെള്ളം, പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലും പാടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിള വരുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ വെള്ളവും എല്ലൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മസാല ബീഫിൽ എല്ലാ ഭാഗത്തും എത്തണം, അതുപോലെ ഇളക്കി കൊടുക്കുക. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. ഇത് എന്ത് പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും പറ്റും. ഞാനിത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം വയ്ക്കുമ്പോഴേക്കും ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരും. നല്ലപോലെ ചൂട് കയറിയിട്ട് നല്ലപോലെ തിളച്ച് വരും. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ മസാല നല്ലപോലെ സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. പിന്നെ ബീഫിൻ്റെ റെസിപ്പികൾ തന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പല വിധത്തിലുള്ള മസാല ഉണ്ടാക്കലും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ബീഫിൻ്റെ ആയാലും മട്ടൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും പല റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് കണ്ടു നോക്കട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാനൊന്ന് ഉപ്പും പുളിയൊക്കെ നോക്കി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അതിൽ കറക്റ്റാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കണം എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റാണിത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. ഓക്കെ, താങ്ക് യു. ബൈ.